ഗുഡ് മോർണിംഗ്. നേരം വെളുത്താൽ പിന്നെ നമുക്ക് ലേഡീസിനൊക്കെ അടുക്കളയാണല്ലോ അല്ലേ. അടുക്കള കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ എന്താ ജോലിയും ചോദിക്കും. പക്ഷേ അടുക്കള ജോലി കഴിയുകയില്ല. വീട്ടുജോലി ഒരു ശമ്പളവും ഇല്ലാത്ത ജോലിക്കാരാണ് നമ്മൾ വീട്ടമ്മമാരല്ലേ. അപ്പോൾ രാവിലെ ഇത്തിരി നടക്കാനൊക്കെ പോയി ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട്. അപ്പം നടപ്പൊക്കെ പുരോഗമിക്കുന്നു. അങ്ങനെ ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നുന്നു എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസമല്ലേ എല്ലാം. പിന്നെ എല്ലാം നമുക്ക് പോസിറ്റീവ് തിങ്കിങ്സ് അല്ലേ നല്ലത്. പോസിറ്റീവായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാം, ചിന്തിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നലെ മിനിഞ്ഞാന്ന് എല്ലാം ഇഡലി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മാറ്റി ഒന്ന് ചെയ്യാം. ഇഡലി ആകുമ്പോൾ എളുപ്പമാണ്. കുറച്ച് അരച്ച് വെച്ചാൽ ഒരാഴ്ചത്തേക്കായി. പിന്നെ എളുപ്പം അങ്ങ് അത് ഇഡലി ദോശയും മാറി മറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കാം. എളുപ്പമാകും അതേ സമയത്ത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നലെ വിചാരിച്ചു നാളെ കുറച്ച് ആപ്പമാക്കാം എന്ന് കരുതി ആപ്പത്തിന് അരച്ചു വെച്ചു. മിക്സിയിൽ അരച്ചത് ആപ്പത്തിന് വളരെ സോഫ്റ്റായിട്ട്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ നന്നായിട്ടത് പൊന്തിയിരിക്കുന്നു. കാര്യമായിട്ടൊന്നും ചേർത്തില്ല. കുറച്ച് പച്ചരി ഒരു 6-7 മണിക്കൂർ രാവിലെ തന്നെ, മണിക്കൂറൊന്നുമില്ല, രാവിലെ ഇട്ട് വെച്ചു. ഞാനൊരു 3 മണിയായപ്പോൾ രജനി 1 മണിക്ക് പോകുമല്ലോ. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് അരച്ചു വെച്ചു. ചിലപ്പോൾ ഇന്നലെ ഇടിയും ചെറുതായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പക്ഷെ നല്ല ഇടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അങ്ങ് അരച്ചു വെച്ചു. ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെച്ചില്ല. കുറച്ച് അരി, ഒരു 1.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അരമൂടി നാളികേരം, പിന്നെ തേങ്ങാവെള്ളം, പഞ്ചസാരയും ലേശം ഉപ്പും കൂടി ഇട്ട് ഒഴിച്ച് വെച്ചിരുന്നു. അത് നല്ല കള്ളു പോലെ ആയി കേട്ടോ സത്യത്തിൽ. അതും ഒഴിച്ചു. കുറച്ച് ചോറും നാളികേരവും തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് നേരത്തെ വെച്ചിരുന്നു 3-4 ദിവസം മുമ്പേ. പച്ചരി ഇത്രയും കൂടെ അരച്ചപ്പം അത് നല്ല മാവായി. ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ. നോക്കും, ഇതുവരെ എനിക്ക് ശരിയായിട്ടില്ല. നല്ലോണം പൊന്തിക്കിട്ടി. ആയി നല്ലോണം പൊന്തി. ഇനി ഞങ്ങൾ കുറേ നാളായി ആപ്പം ഉണ്ടാക്കിയിട്ട്. അത് കാരണം ആപ്പച്ചട്ടിയൊക്കെ തുരുമ്പ് പിടിച്ചു തുടങ്ങി. ഇനി എനിക്ക് അതൊന്നും എടുത്ത് നന്നാക്കാൻ വയ്യ. അപ്പോൾ ദോശക്കല്ല് ചുടാൻ വിചാരിക്കാം. ദോശക്കല്ലിൻ്റെ അവസ്ഥ എന്താണെന്നോ, ഇവിടെ നമ്മുടെ മാഷില്ലേ ഇടയ്ക്കിടയ്ക്ക് ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് പപ്പടം ചുട്ടുകളെ ഞാൻ അറിയാതെ പപ്പടം ചുടും. ദോശക്കല്ല് വെച്ച് തീ കത്തിച്ചിട്ട് 3-4 ദോശക്കല്ല് ഒരുവിധം പരുവമായി കിടക്കുന്നുണ്ട്. അതെടുത്ത് ചുട്ടാൽ പ്രശ്നം വരില്ല. ഈ ദോശക്കല്ലിന് അതെൻ്റെ തെറ്റുമുണ്ട്. ഞാൻ ഈ ഗ്യാസിൻ്റെ അടിയിൽ തന്നെ സ്റ്റൗവിൻ്റെ അടിയിൽ തന്നെ അത് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ പെട്ടെന്ന് പുള്ളി നോക്കുമ്പോൾ അതാ കിട്ടുന്നത്. അപ്പോൾ അതെടുത്ത് വെച്ച് പപ്പടം ചുട്ടിട്ടുണ്ട് ഇന്നലെ. അതുകൊണ്ട് കല്ല് എന്തുപോലെ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം മാവ് നല്ല പാകമായി. ഇനി കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കുറച്ചും കൂടെ ചരിഞ്ഞാൽ മതി. കടല കഴുകി വാരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ കടലയിലേക്ക് കടല കഴുകി വാരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിലേക്ക് പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്ക കുറേശ്ശെ
കുത്തു വീഴാൻ പാടില്ല. കുത്ത് വന്നാൽ വീട്ടിൽ പോകും. ഇതാ 2 ഗ്രാമ്പൂ. പട്ട ഇഷ്ടം പോയി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴുകട്ടെ. അതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് ആൾക്കറിയാമല്ലേ. ഗ്രാമ്പൂ, പട്ട, പിന്നെ ഗ്രാമ്പൂ, ഗരം മസാലപ്പൊടി കുറച്ചേ ഇടാവും. ഒരുപാടായാൽ അതിൻ്റെ രുചി പോകും. അമിതമായാൽ അധികമായാൽ അമൃതം വിഷം. അടച്ചു വയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുക തക്കാളി കേട്ടോ. ഇത് ഒന്ന് മുറിച്ചെടുക്കും. കത്തി ഇവിടെ പോയി ഭഗവാനെ. മുറിച്ചിട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പൊഴിച്ചിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാലപ്പൊടി. ഒരു ഇൻസ്റ്റൻറ്റ് കടലക്കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ തട്ടിക്കൂട്ട് കടലക്കറി. കടലയിട്ടു. കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലേ. കടല കഴുകി വാരി അതിട്ടു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പട്ടയുടെ ഇല, കറിവേപ്പില, തക്കാളി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. നമുക്ക് തീ കത്തിക്കാം. ഈ അടുപ്പയിലോട്ട് വയ്ക്കാം. ആ അടുപ്പ് എളുപ്പമാകും. ആരോ അതിനിടയിൽ ഒന്ന് മാഷെ വിളിക്കുന്നു. മാഷ് എന്ത് ചെയ്യുന്നു? മാഷ ആരോ ഒന്ന് വിളിക്കുന്നു. മാഷ് എന്ത് ചെയ്യുന്നു? ഈ അടുപ്പയിലോട്ട് വെച്ചു. ഇനി ഇത് ഒരു 5 സ്റ്റീം വന്നോളൂ കേട്ടോ. കല്ലൊരു പരുവാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 സ്റ്റീം വന്നോട്ടെ. അഞ്ച് സ്റ്റീം വരുമ്പോൾ നമ്മൾ അത് ഓഫാക്കുക. ഇതിലതിൻ്റെ മസാലക്കൂട്ടുകളെല്ലാം ഉണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ഇനി ഒന്നും അതിൽ ചേർക്കേണ്ടതായിട്ടില്ല. കടുക് വറുക്കാം. കടുക് തളിച്ചാൽ മാത്രം മതി. ഞാൻ ഒഴിച്ച് നോക്കട്ടെ ഇതെങ്ങനെയാവും. ഇന്നലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടേ പപ്പടം കാച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നല്ല വടക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്ക് ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചൂടാം. ഇത് പക്ഷേ ഞാൻ മുന്നിപ്പോൾ ചുട്ട് നോക്കുന്നേ ഉള്ളൂ. ചുട്ട് വെച്ചാൽ തണുത്ത് പോകും. മാഷൊരു 10 മണിയാവും കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊളുത്തി നാമഞ്ചൊക്കെ കഴിഞ്ഞ് വരാൻ. അപ്പോഴത്തേക്ക് ചൂടോടെ ചുട്ടുകൊള്ളു. 9:15 എനിക്ക് ഇൻസുലിൻ എടുക്കണം. ഇൻസുലിൻ എടുത്താൽ സഡനായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ 9:15 ഞാനിത് ചൂട് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റിംഗ് ബ്രേക്കിനെ നമ്മുടെ ഇന്നലെ രാത്രി മുഴുവൻ പട്ടിണിയായിട്ട് കിടന്ന ഭയനെ ആ പട്ടിണിയെ ഒന്ന് മുറിക്കുക, ഇല്ലാതാക്കുക. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ഒഴിക്കുക, സൈഡ് മാത്രം ഒന്ന് പരത്തുക. അതിനെ കുറച്ചിങ്ങനെ
ഇപ്പോൾ അടയ്ക്കാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടേ കിട്ടിയുള്ളൂ. കുട്ടികൾ എപ്പോഴും വഴക്ക് പറയും. എവിടെയെങ്കിലൊക്കെ അവർ കാണില്ല എന്ന് പറഞ്ഞാൽ അവർ കാണുന്നുണ്ടെന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കും. അമ്മ ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടും ഇത് അങ്ങോട്ട് നോക്കണ്ടെങ്കിൽ എവിടെ ആണെന്ന് പറഞ്ഞു. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടും ഒക്കെ ഇട്ട് അടച്ചിട്ട് അമ്മ എന്തോ ഇത് വെച്ച് കാണിക്കുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറയും പിള്ളേർ. അപ്പം ഞാൻ ചോദിക്കും നിങ്ങളാരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? അപ്പം അങ്ങനെ അവിടെ കിടന്ന് വേഗട്ടെ. അപ്പോൾ കടല ഇപ്പം ആകും. ഇൻസ്റ്റൻറ്റ് കടലക്കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് കടലക്കറി വയ്ക്കുന്നത്? കടല കഴുകി വാരി, കടല ഇന്നലെ തലേ ദിവസമേ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഞാനിതൊക്കെ പുതിയ കുട്ടികളോടാണ് പറയുന്നത് കേട്ടോ. പ്രായമായ എന്നെപ്പോലുള്ള വയസ്സിമാരോടൊന്നും അല്ല. അവരല്ലെങ്കിൽ പിന്നെ ടീച്ചർ എന്തോന്നായി കടല വയ്ക്കാനൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. അത് ചോദിക്കണ്ട. ഇപ്പം കല്യാണം കഴിഞ്ഞ് ന്യൂലി മാരീഡ് ഗേൾസ്, ആ പെൺകുട്ടികളോട് കൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ അന്യനാട്ടിലൊക്കെ പോയി ജീവിക്കുന്ന പെൺകുട്ടികളോടും, പിന്നെ അന്യനാട്ടിൽ പോയി ജീവിക്കുന്ന ആൺകുഞ്ഞുങ്ങളും അവർ തന്നെയല്ലേ, കുടുംബം കൂടില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. കടൽ തലേ ദിവസമേ പിന്നെ കഴുകി വാരി വെള്ളത്തിലിട്ടാൽ പിന്നെ പിറ്റേ ദിവസം അങ്ങനെ അങ്ങിടാം. കടല കുതിർത്ത കടല വാരിയിട്ടു, കുക്കറിലിട്ടു, പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടു. അതിനുശേഷം എത്ര നമ്മുടെ എരിവെന്ന് വെച്ചാൽ ഞാൻ ഇതിന് 1/2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് മുഴുവനും 1 സ്പൂൺ ഇട്ടുള്ളൂ. മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കുന്നതാണ് ഗരം മസാലപ്പൊടി. അതിട്ടാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെരുംജീരകം, ഞാൻ പെരുംജീരകം വറുത്തെടുക്കും ചെറുതായിട്ട്. പിന്നെ പട്ട, ഗ്രാമ്പു എല്ലാം ചെറുതായിട്ട് വറുത്തെടുക്കും. എന്നിട്ട് അതെല്ലാം കൂടെ പൊടിച്ചാൽ ഞാൻ വയ്ക്കുന്നത്. ഇതിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഈ ഗരം മസാലപ്പൊടി മേടിച്ചു. പിന്നെ ആദ്യം പൊടിച്ച് വയ്ക്കണം. ഈ പട്ട തന്നെ നമ്മൾ കഴുകിയിട്ടു, അവർ കഴുകിയിട്ട് ഉണക്കി പൊടിക്കുന്നതല്ല. അപ്പോൾ അതെല്ലാം കൂടെ അടുപ്പത്ത് വെച്ചാൽ സ്റ്റീമായിട്ടില്ല. ഇനിയും ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതാകും. 5 സ്റ്റീം വരട്ടെ, നല്ലോണം വേകട്ടെ. എന്നിട്ട് അതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് കടുക് താളിക്കാം. കടുക് താളിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഉള്ളി, ഇതിനകത്ത് ഉള്ളി ഇട്ടിട്ടുണ്ട്, മറന്നുപോയി ഞാൻ പറയാം കേട്ടോ. ഉള്ളി, ഇഞ്ചി, ഉള്ളി ഇഞ്ചി അരിഞ്ഞ്, ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ഒരു പിടി ഇട്ടു. ഇനി നമ്മൾ ഈ കടുക് താളിക്കുകയല്ലേ, കടുക് താളിക്കുന്ന സമയത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് കടുക് പൊട്ടിയിട്ട് അതിട്ടിട്ട് ഒന്ന് വഴലുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു പെരുംജീരകവും കൂടി ഇട്ട് വറക്കണം. വറുത്തിട്ട് അതിലേക്ക് കൊട്ടുക. ഇപ്പം എളുപ്പപ്പണി വേണ്ട, ഇതൊന്നും ചെയ്യണ്ട, ഇത് മാത്രം യോജിപ്പിച്ചെടുത്താൽ മതി. കടുക് വറുക്കണം ഒരു നിർബന്ധവുമില്ല. കടുക് വറുത്താൽ കുറച്ചും കൂടി രുചി കൂടും. ഈ ഇഞ്ചി പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി എല്ലാം കൂടെ കടുക് പൊട്ടുമ്പോൾ ഇട്ടിട്ട് ഇത്തിരി പെരുംജീരകം കൂടിട്ട് ഒന്ന് മൂക്കുമ്പോൾ അതിലേക്ക് കൊട്ടിയാൽ, അതിലേക്ക് ഇട്ടാൽ ഒന്നുകൂടെ രുചിയാകും എന്നേ ഉള്ളൂ. അതാണ് ഇന്നത്തെ നമ്മുടെ സംഭവങ്ങൾ. ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെടുക്കും. കല്ല് ചതിക്കുമെന്ന് സംശയമുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ. ഇപ്പം ഇത് ഒരെണ്ണം മാത്രമേ ചൂടുന്നുള്ളൂ. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിട്ട് ഞാനത് വേവിക്കുകയാണ്. ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇനി മെല്ലെ കഴിക്കാനാകുമ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ ഇഷ്ടം അറിയിക്കണം. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.
കണ്ട് പോകാതെ ലൈക്കും കമൻറ്റും കൂടെ അടിക്കൂ. അതിനിപ്പോൾ ഒരു നഷ്ടമൊന്നുമുള്ള കാര്യമല്ലല്ലോ. മഴ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇക്കൊല്ലം നമുക്ക് കാലവർഷം വളരെ ദുർബലമാണെന്നും ആകുമെന്നും പറയുന്നു. 62% മഴ പോലും കിട്ടുകയെന്നും പറയുന്നു. ഏതായാലും എല്ലാം ശുഭകരമായിട്ട് പര്യവസാനിക്കട്ടെ എന്ന് പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും സുഖ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിന് എല്ലാവർക്കും സുഖവും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.